ദയവും മഹബത്തും നമുക്ക് നൽകിക്കൊണ്ട് അവരുടെ സഹവാസത്തിലിരുന്ന് അവരുടെ ഇർശാദാത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്പം സ്വല്പം മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫضل കൊണ്ട് നമുക്ക് പ്രദാനം ചെയ്യും. अल्लाह तबारक व तआला अपने कलाम में कुरान मजीद में इरशाद फरमा रहा है, फ़अलम अन्नहु ला इलाहा इल्लल्लाह, जानो तुम ला इलाहा इल्लल्लाह को। अल्लाह ताला हम सबों को इस तरह जानना है, ऐन उसी मुताबिक हम सबों को जानने की तौफीक अता फरमाए। അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ കലാം ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അറിയുക. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അറിയാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് പ്രദാനിക്കട്ടെ. कल हम क्या सुने थे? ഇന്നലെ നാം കേട്ടുകൊണ്ടിരുന്നത് എന്താണ്? അവസാനിപ്പിച്ചത് എവിടെ? അവിടെ പറയുന്നു हाजत खुशी है और आफाकी है. कल हमको जानने की कोशिश करें कि हम कौन और अल्लाह कौन. നമ്മൾ ആരാണ്, അള്ളാഹു ആരാണ് എന്നുള്ളത് കുറച്ച് വകതിരിച്ച് അറിയാനാണ് നമ്മൾ പരിശ്രമിച്ചത്. अल्लाह हाजत रवा है और हम मोहताज. അള്ളാഹു ഹാജത്ത് റവയാണ്, നമ്മൾ മുഹ്താജാണ്. जब हम मोहताज हैं तो हमारी कितने किस्म की हाजतें हैं. നമ്മൾ മുഹ്താജാണെന്ന് പറയുമ്പോൾ നമ്മൾ നേരിടുന്ന ആവശ്യങ്ങൾ എത്ര തരത്തിലുള്ളതാണ്? दो किस्म की हाजतें हैं. अल्लाह वाले इजमालन हमने करके बतलाए हैं, एक अनफुस की हाजत और एक आफाक की हाजत. നമ്മൾക്കുള്ള ഹാജത്തുകൾ, ആവശ്യങ്ങൾ രണ്ട് തരത്തിലാണ്. ഒന്ന് അൻഫുസിയായ ഹാജത്ത്, മറ്റൊന്ന് ആഫാഖിയായ ഹാജത്ത്. ഇങ്ങനെയാണ് മൊത്തത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. आज तक हमको ये चीज़ का इल्ला माशाअल्लाह एहसास नहीं है कि अल्लाह ताला कैसी हमारी हाजतों को पूरा कर रहा है. അള്ളാഹു തആല നമ്മുടെ ആവശ്യങ്ങളെ എങ്ങനെയാണ് വീട്ടിൽ തന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ശരിയായ ബോധത്തിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. बस हमारा वहम गुमान में बात है, आम लोगों के वहम गुमान में बात है. हाजतें आ रही, अल्लाह पूरा कर रहा है. कैसा कर रहा किसी को नहीं मालूम. अल्लाह ताला उसी को हमें समझने की तौफीक अता फरमाए. നമ്മളൊക്കെ പൊതുവെ മനസ്സിലാക്കുന്നത്, സാധാരണക്കാരായ ആളുകളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ നമ്മൾക്ക് ആവശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ആവശ്യം ഇങ്ങനെ അള്ളാഹുവിന്റെ വീട്ടിൽ തന്നുകൊണ്ടിരിക്കുന്നു ചെയ്യുന്നത്. പക്ഷെ അത് എങ്ങനെയാണ് വീട്ടുന്നത് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല, ആരും അറിയുന്നില്ല. അത് തിരിച്ചറിയാനാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. अनफुस की तरफ तो हमारी नज़र जाती ही नहीं, क्योंकि वो तो चल रहा है. अल्लाह एक वक्त लिखा मौत का, वो वक्त आएगा, चले जाएंगे. सबका यही ईमान. അൻഫുസിയായ ഹാജത്ത്, അതിലേക്ക് ശ്രദ്ധിക്കുന്ന പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല നമ്മൾ. കാരണം അത് ഏതായാലും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് ജനിച്ചത് മുതൽ കിട്ടിയ ഒന്നാണ്. അത് മരിക്കുമ്പോൾ പോവും, അതുവരെ ഉണ്ടാവും എന്നുള്ളൊരു ധാരണയിലാണ് എല്ലാവരും. आफाक की हाजतों का क्या मामला है? इंसान जिंदगी गुजारते जा रहा है, हर वक्त एक नया मोड़ आता है, वो हिसाब से एक नया आदमी भी मिल जाता है, उसके जरिए हाजत पूरी हो जाती है. അഫാഖിയായ ഹാജത്ത്, നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പം നമുക്ക് ഓരോ സമയത്തും ഓരോ പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രശ്നം നേരിടുന്ന സമയത്ത് അത് വീട്ടാൻ ഏതെങ്കിലും ഒരാൾ മുന്നിൽ വരും, ആരെങ്കിലും ഒരാളുണ്ടാവും, അയാളിലൂടെ കാര്യം നടക്കും എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. ये बदअकीदगी को हमारे अंदर से निकाल कर सहीउल अकीदा बनाने के लिए अल्लाह ताला हम सबों को ऐसे दरों से जोड़ा है. अल्लाह ताला हम और आपको ऐसी बारगाहों पे बिठाया है, तो हम बदअकीदा बन के हम अपने घरों को न जाए, बल्कि सहीउल अकीदा बन के जाना, यही एक ही मकसद है. अल्लाह वालों,
അപ്പോൾ ഇങ്ങനത്തെ തെറ്റായ വിശ്വാസങ്ങളുടെ നിന്ന് രക്ഷപ്പെട്ട് ശരിയായ അഖീദയുടെ വക്താക്കളായി മാറാനാണ് നമ്മൾ ഇതുപോലത്തെ ദർബാറുകളുമായി ഇതുപോലത്തെ സദസ്സുകളുമായി അല്ലാഹു തആല നമ്മളെ ബന്ധപ്പെടുത്തിയിട്ടുള്ളത്, നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ തെറ്റായ വിശ്വാസങ്ങളൊക്കെ മാറ്റി ശരിയായ അഖീദ ഉണ്ടാക്കണം. ഒരിക്കലും തെറ്റായ വിശ്വാസവുമായി തെറ്റായ അഖീദയുമായി വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകരുത്. അതിനാണ് അല്ലാഹുവിൻ്റെ ഐതികാരി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. बस दुनिया चल रही है, इसमें लोग रह रहे हैं, हाजतें पूरी हो रही है, जिंदगी बसर हो रही है, ये कैफियत हमारे अंदर नहीं रहना, बल्कि अगर ये कैफियत हमारे अंदर रहेगी, हम में और हमारे परवरदिगार में कोई ताल्लुक नहीं होगा, कोई ताल्लुक पैदा नहीं होगा। अल्लाह ताला हमको तो अपना पता बतला रहा है, मैं कहाँ हूँ, क्या हूँ और मैं क्या कर रहा हूँ। उस हिसाब से अगर हम अपनी ज़िंदगी को गुजारेंगे तो हमको अल्लाह से ताल्लुक़ पैदा होगा, उसके दामन को मजबूत कर सकते हैं, और इतना ही नहीं बल्कि उसके मोहब्बत में अपनी ज़िंदगी को गुजार भी सकते हैं। നമ്മുടെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു, ആവശ്യം നേരിടുന്ന ആളുകളായിട്ട് മറ്റൊരുങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു ധാരണയിൽ തന്നെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാലത്തും നമ്മൾക്ക് അല്ലാഹുവുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടാക്കുക എന്നുള്ളത് സാധ്യമാവുകയില്ല. മറിച്ച് ഈ വസ്തുതയുടെ യാഥാർത്ഥ്യം എന്താണ്, അല്ലാഹു തആല എങ്ങനെയാണ് എൻ്റെ ആവശ്യങ്ങൾ വീട്ടി തന്നുകൊണ്ടിരിക്കുന്നത്, അല്ലാഹുവും ഞാനുമായുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ള ഈ കാര്യം ശരിക്കും നാം മനസ്സിലാക്കുകയാണ്, പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലാഹുവുമായി നമുക്ക് ബന്ധമാകും, അല്ലാഹുവിനോട് നമുക്ക് അടുപ്പമാകും, അള്ളാഹിനോട് സ്നേഹവും ഇഷ്ടവും അവൻ്റെ കൽപ്പനക്ക് പാത്രീഭൂതരായി ജീവിക്കുന്ന ഒരവസ്ഥയും ഒക്കെ അല്ലാഹു തആല നമ്മളവിടെ ഉണ്ടാക്കി തരുന്നതാണ്. कितने किस्म की हाजतें हैं, एक अनफुस की हाजत और एक आफाक की हाजत। എത്ര വിധത്തിലുള്ള ആവശ്യങ്ങളുണ്ട് നമുക്ക്. ഒന്ന് അൻഫുസിയായ നമ്മുടെ ഉള്ളിലുള്ള ആവശ്യങ്ങൾ, മറ്റൊന്ന് ആഫാഖിയായ നമ്മുടെ പുറത്തുള്ള ആവശ്യങ്ങൾ. अहमियत किसकी ज़्यादा है? ഈ രണ്ട് ആവശ്യങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ആവശ്യം ഏതാണ്? आफाक की हाजत की अहमियत नहीं है, ऐसा नहीं बोल सकते हम। ആഫാഖിയായ പുറത്തുള്ള ആവശ്യങ്ങൾക്ക് അത്ര പ്രാധാന്യമൊന്നും ഇല്ല എന്നും പറയാൻ പറ്റില്ല. अनफुस की हाजत की अहमियत है, उसमें कोई शक नहीं है, लेकिन आफाक की भी अहमियत है उसके हिसाब से। അൻഫുസിന്റെ ആവശ്യങ്ങൾ വളരെ ആവശ്യമുള്ളതാണ്, അത്യാവശ്യമായതാണ്. എന്നാൽ ഓരോന്നിൻ്റെയും ഘട്ടത്തിനനുസരിച്ച് ആഫാഖിയായ ആവശ്യവും അതുപോലെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. हर दो के हिसाब से अपनी अपनी जगह उसकी अहमियत बाकी है, बरकरार है। अल्लाह ताला उस अहमियत को हमें जानकर उस हिसाब से जिंदगी गुजारने की तौफीक अता फरमाए। ഓരോന്നും അതിൻ്റെതായ സ്ഥാനത്ത് അത് അർഹിക്കുന്ന സുപ്രധാനമായ ആവശ്യങ്ങൾ തന്നെയാണ്. അല്ലാഹു തആല അത് ഓരോന്നും അതിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നത് മനസ്സിലാക്കുകയാണ്. हमारा एक ही काम, आज हमको सिर्फ आफाक पे फिक्र है, आफाक में फिक्र है, जो ज़ाहिर नजर आ रहा है उसी में हमको फिक्र है। अनफुस से हमारा कोई ताल्लुक नहीं, ये चल रहा है यही गुमान में। इस गुमान को हम तब्दील करने की हम कोशिश कर रहे हैं। चल तो रहा है लेकिन कैसा चल रहा है, कैसा वो हमारे साथ रहकर कर रहा है, इसका एहसास, सिर्फ एहसास अगर हमारे अंदर पैदा हो जाएगा तो फिर बंदे को आफाक के ताल्लुक से कोई परेशानी नहीं आएगी। ഇന്ന് നമ്മളുടെ അവസ്ഥ എന്താണ്? നമ്മളുടെ ചിന്തയും വിചാരവും ഫിക്റൊക്കെ ഈ അൻഫുസിയായ ആവശ്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. എപ്പോഴും ആഫാഖിയായ ആവശ്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. നമുക്ക് പുറത്തുനിന്ന് നേരിടുന്ന ആവശ്യങ്ങളേതോ അതിനെക്കുറിച്ചുള്ള വിചാരത്തിലും വിഷമത്തിലും ചിന്തയിലും തന്നെയാണ് നമ്മൾ ഒഴുകിയിട്ടുള്ളത്. ഈ അൻഫുസിയായ ആവശ്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു വിചാരമോ ചിന്തയോ ഒന്നും നമുക്കില്ല. നമ്മൾ മനസ്സിലാക്കുന്നു അതിങ്ങനെ നടന്നേതായാലും പോകുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതില്ല എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, നമ്മളിത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ശരിയാണ്. പക്ഷേ ഇത് ഏതടിസ്ഥാനത്തിൽ, എങ്ങനെയാണ്, ആരാണ് ഇത് എൻ്റെ ഉള്ളിൽ നടത്തി തന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ശരിയായ ഒരു എഹ്സാസ്, ഒരു ബോധമെങ്കിലും
മറ്റൊന്നും അതിന് പകരം ചെയ്യാനില്ലെങ്കിലും അതിൻ്റെ ഒരു ശ്രദ്ധ, ഒരു ബോധമെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ആഫാത്തിയായ നമ്മുടെ ആവശ്യങ്ങളുടെ കാര്യത്തിൽ ഏതൊരു ബേജാറും വെപ്രാളത്തിനും ചിന്തയിലുമാണോ അതിൽ നിന്നൊക്കെ അല്ലാഹു തആല നമ്മളെ മുക്തരാക്കി മാറ്റും. അൻഫുസിന്റെ ആവശ്യങ്ങൾ ഏതൊക്കെയാണ്? हयात, इल्म, इरादा, कुदरत, क़ुव्वत, समाअत, बसारत, कलाम। हयात, इल्म, इरादा, कुदरत, क़ुव्वत, समाअत, बसारत, कलाम। इसको इस्तिलाह में क्या बोलते हैं? ഇതിന് സാങ്കേതികമായിട്ട് എന്താണ് പറയാറ്? സിഫാത്തെ കാമില. सबा सिफात कामिला। सबा सिफाते कामिला। हयात ये सबसे बड़ी हाजत है इंसान की। हयात ഇത് മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. हमारे को आज तक फिक्र गई अल्लाह हयात कैसा दे रहा है? നമുക്ക് ഇന്ന് വരെ ചിന്ത വന്നോ എന്റെ ഈ ഹയാത്ത് അല്ലാഹു എങ്ങനെ എനിക്ക് നൽകുന്നു എന്നുള്ളത്? खाना कैसा खाऊं फिक्र है, എങ്ങനെയാണ് ഭക്ഷണം കിട്ടുക എന്നുള്ളതിന് നമുക്ക് ഫിക്റുണ്ട്. पानी कैसा पीऊं फिक्र है, വെള്ളം എവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്ക് ഫിക്റുണ്ട്. लिबास कैसा से वेतन करूं फिक्र है, അവന്റെ വസ്ത്രം എനിക്ക് എവിടെ നിന്ന് എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് വിചാരമുണ്ട്. कैसे मकान में रहूं ये फिक्र है। വീട് എങ്ങനത്തത് വേണമെന്ന ഫിക്റുണ്ട്. ये हयात ഹയാത്ത് फिक्र आई हमारे को। നമുക്ക് എപ്പോഴാണ് അതിനെ കുറിച്ചുള്ള ചിന്ത വന്നു? हयात है तो खाना है, पीना है, मकान है, घर है, हर वो चीज है। ഹയാത്ത് ഉണ്ടെങ്കിലല്ലേ ഈ ഭക്ഷണവും വെള്ളവും വീടും വസ്ത്രം എന്നൊക്കെ പറഞ്ഞതിനൊരു അർത്ഥമുള്ളൂ. तुम्हारी पहचान भी अगर है तो हयात की बिना पे है। നിങ്ങൾക്കൊരു തിരിച്ചറിവ് തന്നെ ഉണ്ടെങ്കിൽ അത് ഈ ഹയാത്തിന്റെ പേരിലാണ്. हयात नहीं तो कुछ नहीं। ഹയാത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ല. ये हयात कैसा अपने फैजान हयात से अल्लाह ताला हमको मालामाल कर रहा है। അല്ലാഹു തആല എങ്ങനെയാണ് അവന്റെ ഹയാത്തിന്റെ ഫൈദാനം കൊണ്ട് നമ്മളെ അനുഗ്രഹീതരാക്കിക്കൊണ്ടിരിക്കുന്നത്? हयात दे रहा अल्लाह ताला, ये बोलना कमाल नहीं है। അല്ലാഹു തആല ഹയാത്ത് നൽകുന്നു എന്ന് പറയാൻ ഒരു പ്രത്യേകതയൊന്നുമല്ല. अल्लाह हयात दे रहा है, ये बोलना कमाल नहीं है। അല്ലാഹുവാണ് ഹയാത്ത് നൽകുന്നത് പറയുന്ന പ്രത്യേകതയൊന്നുമില്ല. क्या है कमाल? ഒരു പ്രത്യേകത എന്തിനാണ്? मैं कौन हूँ इसको जानना पहले ये कमाल। ഞാൻ ആരാണ്, എന്റെ അവസ്ഥ ഏതാണ് എന്നതിനെ അറിയാനാണ് പ്രത്യേകത ഉള്ളത്. आपके प्लेट में खाना भरा हुआ है, നിങ്ങളെ പ്ലേറ്റിൽ നിറച്ച് ചോറാണ്. फिर खाने की कदर रहती है आपको? പിന്നെ ചോറിനെ പറ്റിയുള്ള വല്ല കാര്യം നമുക്ക് ഉണ്ടാവും? कदर रहती। അതിനെ പറ്റിയുള്ള വിചാരം വല്ല കാര്യം ഉണ്ടാവോ? आपके बकेट में पानी भरा हुआ है तो फिर पानी की कदर है? നിങ്ങളെ ബക്കറ്റ് നിറയെ വെള്ളമാണെങ്കിൽ പിന്നെ അവിടെ വെള്ളത്തിന് എന്ത് പ്രസക്തിയാണ് പിന്നെ നിങ്ങൾ എടുക്കല്? बोलो। ഉണ്ടോ? जब बकेट खाली है, प्लेट खाली है खाने से, तब खाने और पानी की कदर है या नहीं है? ബക്കറ്റ് കാലിയായ സമയം, പ്ലേറ്റ് കാലിയായ സമയം, ആ സമയത്ത് നിങ്ങൾക്ക് വെള്ളത്തിനെ കുറിച്ച് ഭക്ഷണത്തിനെ കുറിച്ചുള്ള വിചാരം അതിന്റെ ഘനവും ബോധമൊക്കെ ഉണ്ടാവില്ലേ? तो हम पहले हमारी ये कैफियत, हम अपनी हकीकत को बयान करना, मैं कौन हूँ। അപ്പൊ ആദ്യം നമ്മളെ യാഥാർത്ഥ്യത്തെയാണ് പറയേണ്ടത്. ഞാനായി, मैं मय्यत, ഞാൻ മയ്യിത്ത്. सबा सिफात नाकिसा, जैसा कामिल सिफात अल्लाह को है वैसा ही नाकिस सिफात मुझको भी है। അല്ലാഹു തആലക്ക് ഏതുപോലെ കാമിലായ സബഅ സിഫാത്ത് കാമിലുണ്ടോ എന്നതുപോലെ എന്റെ സബഅ സിഫാത്ത് നാഖിസായ 7 സിഫത്താണ് എന്നിലുള്ളത്. अल्लाह को भी सिफात, हमको भी सिफात। അല്ലാഹുവിനും സിഫാത്തുകളുണ്ട്, നമ്മൾക്കും സിഫാത്തുണ്ട്. उसके कामिल सिफात है, हमारे नाकिस सिफात। നമ്മളെ സിഫാത്ത് നാഖിസാണ്, അല്ലാഹുവിന്റെ സിഫാത്ത് കാമിലാണ്. हमारे एक नाकिस सिफत को बयान करते हुए उसके कामिल सिफत का अगर इर्तिबात करेंगे, कुछ एहसास पैदा करेंगे, तो इंशाअल्लाह अल्लाह से ताल्लुक, एक रब्त हमारे अंदर पैदा होगा। നമ്മളെ നാഖിസായ സിഫത്ത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതോടൊപ്പം അല്ലാഹുവിന്റെ കാമിലായ സിഫത്തിനെ നമ്മൾ അറിഞ്ഞ് അതിനെ ഇതുമായി നമ്മൾ ഇർത്തിബാത്ത് ചെയ്യുകയാണ്, ബന്ധപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചൊരു താല്ലുക്ക് അല്ലാഹുമായി നമ്മൾക്ക് ഉണ്ടാകാൻ കാരണമാണ്. अल्लाह हयात दे रहा है, इतना काफी नहीं है।
അള്ളാഹു ഹയാത്ത് നൽകുന്നു എന്ന് പറയൽ മതിയായതല്ല. अल्लाह वाले हमें क्या इरशाद फरमाते हैं, मेरे मैयतपन में അള്ളാഹു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിരുന്നു, എന്റെ മയ്യത്തായ അവസ്ഥയിൽ अल्लाह ताला के हयात बख्शी के फैजान से मालामाल करने की वजह से मैं आज हयात में हूँ, नजर आ रहा हूँ. അള്ളാഹു താല അവന്റെ ഹയാത്തി എന്ന സിഫത്തിനാൽ എന്നെ അനുഗ്രഹീതനാക്കിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഹയാത്തിലുള്ളത്, ഞാൻ ജീവിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ വെളിവായിട്ടുള്ളത്. अब आप जो दिख रहे हैं ये अल्लाह ताला अब आपको अपने फैजान हयात से मालामाल कर रहा है या नहीं कर रहा है. ഇപ്പൊ നിങ്ങളിങ്ങനെ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു താല അവന്റെ ഹയാത്തിന്റെ ഫൈസാൻ കൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നോ ഇല്ലേ? हर आन बंदा अपनी हकीकत की तरफ लौट रहा है, हकीकत गालिब होने की कोशिश में लगी हुई है, गलबा पाने की कोशिश में लगी हुई है. लेकिन अल्लाह ताला की जो सिफत हयात है उस सिफत को अल्लाह ताला ऐसा हमसे मंसूब कर दिया, ऐसा वो सिफत हयात के फैजान से बंदे को ऐसा मालामाल कर रहा है, जो गालिब हमारी सिफत जो हो रही है अल्लाह ताला उस सिफत के जरिए उस गलबे को मगलूब कर रहा है, मगलूब करते जा रहा है, मगलूब करते जा रहा है. बंदा मौत की तरफ बढ़ रहा है, मैयतपन को गलबा मैयतपन उसका गलबा पा रहा है, लेकिन अल्लाह ताला उस गलबे को ऐसा मगलूब कर रहा है अपनी सिफत से कि मौत हमारे अंदर नजर नहीं आ रही, मौत नजर नहीं आ रही. अल्लाह ताला उसका एहसास हमें पैदा करने की तौफीक अता फरमाए. മനുഷ്യന് അവന്റെ ശരിയായ അവന്റെ സിഫത്ത് ഏതാണ്? അത് ഒരു ശവമായിരിക്കുക, മയ്യത്തായിരിക്കുക എന്നുള്ളതാണ്. ആ സിഫത്ത് അവന്റെ മേൽ മികക്കാൻ, ആധിപത്യം ചെലുത്താൻ എപ്പോഴും വെമ്പൽ കൊണ്ട് അത് അതിന്റെ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അല്ലാഹു തആലാന്റെ ആ ഹയാത്തി എന്നുള്ള സിഫത്ത് ജീവനുമായി എത്ര വേഗതയിലും കഠിനമായ നിലക്കും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഇവന്റെ മയ്യിത്തായ അവസ്ഥയെ ഗാലിബാകാൻ, അത് മികച്ചു നിൽക്കാൻ ഒരിക്കലും ഇത് അനുവദിക്കുന്നില്ല. ഇവന്റെ ഈ മയ്യിത്തായ അവസ്ഥയെ വെളിപ്പെടാൻ അത് അനുവദിക്കുന്നില്ല. അതിനെ മായിച്ചുകൊണ്ട് ഈ ഹയാത്തിനാൽ സമ്പന്നനായി ജീവിക്കുന്നവനായി ഇവനെ നിലനിർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ അവസ്ഥയുടെ ശരിയായ ഒരു ബോധം, എഹ്സാസ് നാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാനാണ് പരിശ്രമിക്കേണ്ടത്. हमारी हकीकत ये है कि हम नहीं, अल्लाह ताला नहीं से वो है की तरफ ला रहा है, नहीं से वो है की तरफ ला रहा है. ये है जो हम अब है, ये हमारा कमाल नहीं है, ये परवरदिगार के फैज़ान हयात से हमको निस्बत मिलने की वजह से ये आज हमारे अंदर कमाल नजर आ रहा है. നമ്മുടെ യാഥാർത്ഥ്യം നമ്മൾ നെയ് എന്നുള്ളതാണ്, ഇല്ല. ജീവല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല. അപ്പൊ ഈ ഇല്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഹയാത്തി എന്ന ആ സിഫത്തിന്റെ ഫൈലാനാണ്. ആ സിഫത്ത് നമ്മളോട് ബന്ധപ്പെട്ടതിനാലാണ് നമ്മളുടെ ഇല്ലായ്മ വെളിപ്പെടാതെ ഉണ്ട് എന്നുള്ളൊരവസ്ഥ ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. हर वक्त हमको मौत का गलबा हमारे अंदर हो रहा है, मैयतपन का गलबा हो रहा है, क्यों ये हमारी हकीकत है. लेकिन अल्लाह ताला ऐसे अपने फैज़ान ज़ातिया से हमको मालामाल कर रहा है, वो गलबा हमारे अंदर नजर ही नहीं आ रहा है, इसीलिए हमारे अंदर एहसास नहीं है. നമ്മളുടെ മേൽ നമ്മുടെ മയ്യത്താണ് എന്നുള്ള അവസ്ഥ അത് ഓരോ സമയത്തും മികച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അത് നമ്മുടെ സ്വന്തം സിഫത്താണ്, അതാണ് നമുക്ക് അവകാശപ്പെട്ടത്, അത് നമ്മളെ മേൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അത് കാണുന്നില്ല, ഇപ്പോഴും നമ്മളെ മയ്യത്തായി മാറുന്നില്ല, നമ്മൾ ജീവിച്ചുകൊണ്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹയാത്തിന്റെ സിഫത്ത് നമ്മളോട് ബന്ധപ്പെടുത്തിയതിനാലാണ്. അത് ബന്ധപ്പെടുത്തിയില്ല എങ്കിൽ അത് വെളിപ്പെടുകയും. बंदे को फिक्र ही नहीं, अरे मैं तो जिंदा हूँ, मैं तो जिंदा हूँ, मैं तो जिंदा हूँ. तू जिंदा है तो किसकी वजह से जिंदा है, किसकी वजह से जिंदा है? ये जिंदगी किसकी जिंदगी है? तो तेरी हकीकत क्या है? ये फर्क बदलाने के लिए अल्लाह वाले मेहनत करते हैं. अल्लाह ताला उनकी मेहनत जिस तरह वो कर रहे हैं, ऐन उसी मुताबिक हमको जानने की, समझने की तौफीक अता फरमाए. അപ്പൊ നമ്മളുടെ ഈ മയ്യത്തായ അവസ്ഥയെ നികത്താൻ അനുവദിക്കാതെ
അള്ളാഹുവിൻ്റെ ഹയാത്തിൻ്റെ സിഫത്ത് നമ്മളോട് ബന്ധപ്പെടുത്തിനാൽ നമ്മൾ ഇങ്ങനെ മയ്യിത്തായ അവസ്ഥയിലാണ് എന്നുള്ള ബോധം തന്നെ നമുക്ക് വരുന്നില്ല. നമുക്കിവിടെ എന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന തോന്നലിലാണ് നമ്മളുള്ളത്. ഇങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹയാത്തിൻ്റെ പരിപാലനം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഓരോ സമയവും ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ അവസ്ഥ, ആ മയ്യിത്തായ അവസ്ഥ എൻ്റെ മേൽ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വികക്കാൻ അനുവദിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹയാത്തിൻ്റെ സിഫത്ത് എന്നോട് ബന്ധപ്പെട്ടതിനാൽ മാത്രമാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ സത്യത്തിൽ ഈ ജീവിതം ആരുടേതാണ്? ഇത് അള്ളാഹുവിൻ്റെതാണ്. ഇത് അള്ളാഹു തആല എന്നിലൂടെ വെളിപ്പെടുത്തിയതിനാൽ മാത്രം ജീവിച്ച് കാണപ്പെടുകയാണ് എന്നുള്ള ഈ യാഥാർത്ഥ്യത്തിന്റെ ബോധമാണ് അള്ളാഹുവിന്റെ ഐതിഹ്യം നമ്മളുള്ളിൽ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നത്. അത് വരുത്താനാണ് നാം ഓരോരുത്തരും अध्वानिക്കുന്നത്. अल्लाह ताला अपने कलाम में भी वाज़ेह तौर पर बयान फरमा रहा है। क्या इरशाद फरमा रहा है? कुंतुम अम्वातन, तुम मुर्दा थे। फिर अल्लाह ये इरशाद फरमा रहा है फ़अहयाकुम, हमने जिंदा किया। तुम जिंदा हुए नहीं, तुम जिंदा है भी नहीं, बल्कि अल्लाह क्या इरशाद फरमा रहा है फ़अहयाकुम, हमने जिंदा किया। फ़अहयाकुम, हमने जिंदा किया। तुम्हारी हकीकत क्या है? सुम्मा युमीतुकुम, तुम्हारी हकीकत मय्यत है, उसमें कोई शक नहीं। अब जो हयात नजर आ रही है तुम्हारी हयात नहीं बल्कि हमारी हयात है। അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായ നിലയിൽ നമ്മളോട് പറഞ്ഞു, കുന്തും അംവാതൻ, നിങ്ങൾ ശവങ്ങളായിരുന്നു, നിങ്ങൾ നിർജീവരായിരുന്നു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഈ ജീവൻ ഉണ്ടാകാത്ത അവസ്ഥയിൽ നിന്ന് അഹ്യാക്കും, അള്ളാഹുവാണ് നിങ്ങളെ ജീവിപ്പിച്ചത്. അല്ലാതെ നിങ്ങൾ ജീവിച്ചു എന്നോ നിങ്ങൾ ജീവുള്ളവരായി മാറിയെന്നൊന്നല്ല അള്ളാഹു പറയുന്നത്. അഹ്യാക്കും, അള്ളാഹുവാണ് നിങ്ങളെ ജീവിപ്പിച്ചത്. നിങ്ങളെ യഥാർത്ഥം ജീവൻ ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ സുമ്മ യുമീതുക്കും, കുറച്ചു കഴിഞ്ഞാൽ അള്ളാഹു ചെയ്യുന്ന ഈ ഹയാത്തിന് അള്ളാഹു മാറ്റും. അപ്പൊ പിന്നെ വീണ്ടും നിങ്ങൾ മരിക്കും. അള്ളാഹു തആല നിങ്ങളെ മരിപ്പിക്കും എന്നാണ് അള്ളാഹു തആല പറയുന്നത്. अभी हयात किधर रह के दे रहा परवरदिगार? അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് ഹയാത്ത് അള്ളാഹു നൽകുമ്പോൾ അവൻ എവിടെ നിന്നുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഹയാത്ത് നൽകുന്നത്? इनकार नहीं है उसका, इनकार करे तो काफिर हो जाते हैं। നിഷേധിക്കാനൊന്നും പറ്റില്ല, നിഷേധിക്കുന്ന ആൾ കാഫിറായി മാറും. लेकिन हमारे साथ नहीं है बोल के भी हम नहीं बोल सकते। നമ്മളൊപ്പം ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ऐसा है या नहीं है? അങ്ങനെ തന്നെയല്ലേ ഉള്ളത്. आलिमा है, अल्लाह ताला उनके इल्म से भी हमको इस्तेफादा उठाने की तौफीक अता फरमाए। നമ്മുടെ ഇടയിലെ അറിവിന്റെ ആളുകളുണ്ട്, ആലിമീങ്ങളുണ്ട്, അവരെ ഇൽമു കൊണ്ടും അനുഗ്രഹീതരാകാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. हमारे साथ नहीं है, ऐसा है? നമ്മളെ കൂടെ ഇല്ലാന്ന് കൂടി പറയാൻ പറ്റുമോ? हर जगह है वो, എല്ലായിടത്തും ഉണ്ട്. हमारे शेख में वाहिद अबजन हमेशा क्या इरशाद फरमाते, मेरी हाजतें अल्लाह ताला मेरे साथ रह के पूरी कर रहा है। എല്ലാവരും ഉണ്ട്, പക്ഷെ എന്റെ ശരീരത്തെ സാധാരണ നമ്മൾ പറയാറുണ്ടായിരുന്നു, എന്റെ ആവശ്യം എന്റെ ഉടമസ്ഥനായ അല്ലാഹു എന്നോടൊപ്പമായി കൊണ്ടാണ് കൂടി തന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. मेरे बंदे को अब क्या जरूरत है, वो हमसे ज्यादा जानने वाला है। എന്റെ അടിമയ്ക്ക് പണി എന്താണ് ആവശ്യമെന്ന് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നവനാണ് അവൻ. वो हमारे साथ है, इसीलिए हमको एहसास नहीं है हाजतों का। അവൻ നമ്മളോടൊപ്പമുള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ച് വിചാരമില്ലാതായത്. अगर वो हमसे बईद रहता, അവൻ നമ്മളെ തൊട്ട് കുറച്ച് അകലെയായിരുന്നെങ്കിൽ थोड़ा जब धक्का पड़ता इंसान को उस वक्त समझ में आता है वाकई में अल्लाह कैसी हमारी हाजतों को पूरा कर रहा है। അവരെ കുറച്ച് അകലെയാണ്, ആവശ്യം വീട്ടിൽ കുറച്ചൊരു ദൈർഘ്യം വന്നാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ആവശ്യം അല്ലാഹു എങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. बईद रहता, अगर उसको कुछ देर हो जाती, अगर हमारी हाजतों को पूरी करने में वक्फा लगता, वैसा तो उसकी जात वो सब चीजों से पाक है। अगर वक्फा अगर आता इंसान की जिंदगी में, क्या कैफियत है? बाबा अभी तक थे, अभी चले गए। അവൻ അഥവാ കുറച്ച് അകലെയാണ്, എന്നാ പിന്നെ അകലെയാകുമ്പോൾ പിന്നെ ആവശ്യം വീട്ടുക എന്നുള്ള ചിലപ്പോൾ വൈകിന്ന് വരാം. ബാഹുത്തല അതിനകത്തൊക്കെ പരിശുദ്ധമാണ്. അപ്പോ അതുകൊണ്ട് ഒരു താമസമായാൽ കാണുന്നവർ പറയും, ഇപ്പൊ ഇതുവരെ ഉണ്ടായിരുന്നു, തുപ്പാനെ കാണാതെയാണ്. बाबा अभी तक हमारे साथ खेलते फिरते बैठते चलते थे, मजाक कर रहे थे, गुफ्तगू कर रहे थे, क्या हुआ नहीं मालूम, एकदम लेटे गायब हो गए, चले गए।
ये है या नहीं है ये? ഇപ്പം അതുവരെ ഞങ്ങളോടൊപ്പം വർത്താനം പറഞ്ഞു തമാശ പറഞ്ഞു തിന്നും കുടിച്ചും ഇന്നും നടന്നൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം എന്താ നാം പെട്ടെന്നാണ് കിടന്ന് കാണുന്നില്ല ആള് പോയി എന്നാണ് പറഞ്ഞത്. गायब हो गए इसका मतलब नजरों से गायब हो गए, हयात चले गई है. ആളെ കാണാനില്ല എന്ന് പറഞ്ഞാൽ തടി തന്നെ കാണാനില്ല എന്നല്ലേ ഈ പറഞ്ഞത്, ഹയാത്തില്ല. वक्फा होता अगर ഒരു വടവ് വരികയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. लेकिन अल्लाह ताला कैसे अपने फैजान हयात से मालामाल कर रहा है, ये सोचने का हमारे को जरूरत मौका ही नहीं मिल रहा है. പക്ഷേ അല്ലാഹു അവന്റെ ഹയാത്തിന്റെ ഫൈസാൻ എത്ര വേഗതയിൽ അടുപ്പത്തിൽ നമ്മളോട് ചെയ്യുന്നു, അങ്ങനെ ഒരു കാര്യം ആലോചിക്കാനുള്ള സമയം കൂടി നമുക്ക് തന്നിട്ടില്ല. मौका ही हमको नहीं मिल रहा है, ये कैसा हो रहा है. നമുക്ക് അങ്ങനത്തെ ഒരു അവസരം തന്നെ എങ്ങനെ നടക്കുന്നതിനെ പറ്റി ആലോചിക്കാം. अगर कुछ वक्फा होता, अभी तक थे अब नहीं है. അഥവാ ഒരു വടവ് വരികയാണെങ്കിൽ അപ്പൊ പറയാം ഇതുവരെ ഉണ്ടായിരുന്നു ഇപ്പൊ കാണാനില്ല. जरा गौर करना, अल्लाह हमारे को किसी आन भी नहीं भूल रहा है. നമ്മൾ ആലോചിക്കണം, അല്ലാഹു ഒരു നിമിഷത്തേക്ക് പോലും നമ്മളെ മറക്കുന്നില്ല. किसी आन अपने बंदे को नहीं बुरा, जिस आन वो अपने बंदे से गाफिल बंदा उसी वक्त खत्म हो जाएगा. ഏതൊരു സമയം അല്ലാഹു അവന്റെ അടിമയെ മറന്നോ ആ സമയം ഈ അടിമ ഇല്ലാതായി തീരും. अल्लाह ताला हमारे से वाबस्ता रहने की वजह से, हमारी तरफ रुजू रहने की वजह से, मुतवज्जे हमारी तरफ रहने की वजह से आज हम लोगों की नजरों में आ रहे हैं. അല്ലാഹു തആല നമ്മിലേക്ക് ശ്രദ്ധിക്കുന്നതിനാൽ, അല്ലാഹു നമ്മിലേക്ക് തിരിയുന്നതിനാൽ, അല്ലാഹു അവന്റെ നോട്ടം നമ്മൾ എത്തിച്ചതിനാൽ മാത്രം ഇന്ന് ആളുകൾക്ക് നമ്മൾ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. हम कितना अल्लाह को याद कर रहे हैं. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എത്ര അല്ലാഹനെ ഓർക്കുന്നത്? अल्लाह कभी गाफिल नहीं है, लेकिन बंदा अल्लाह से गाफिल है. അല്ലാഹു ഒരിക്കലും അടിമയെ തൊട്ട് ഗാഫിലല്ല, അല്ലാഹു അടിമയാണെങ്കിലോ അല്ലാഹനെ തൊട്ട് ഗാഫിലുമാണ്. ये गफलत दूर होना, ये तब गफलत कब दूर होगी? ये एहसास पैदा करो, मेरी हकीकत मैयत, मैं हमेशा मुर्दा था, अब भी मुर्दा हूँ, आगे भी मैयत रहूंगा. अब जो भी जिंदगी नजर आ रही है मेरी नहीं बल्कि परवरदिगार की जिंदगी. ഈ ഗഫലത്ത് ദൂരത്താകാൻ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ചിന്ത എന്താണ്? ഞാൻ മയ്യിത്താണ്, ഞാൻ ആദ്യവും മയ്യിത്തായിരുന്നു, ഇപ്പോഴും മയ്യിത്താണ്, ശേഷവും മയ്യിത്താണ്. എന്താ മയ്യിത്തായ നിർജീവമായ അവസ്ഥ വെളിപ്പെടാതിരിക്കുന്നത്? അല്ലാഹു തആല ഹയാത്ത് കൊണ്ട് അനുഗ്രഹിച്ചത് കൊണ്ടാണ്. അല്ലാഹു എന്നെ ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ये एहसास अगर बंदे के अंदर पैदा होगा, गुनाह का सोच सकता हो. ഈ ബോധം ഒരാളുടെ ഉള്ളിൽ ഉണരുകയാണെങ്കിൽ അയാൾക്ക് പിന്നെ ദോഷങ്ങളെ കുറിച്ച് ആലോചിക്കാൻ നേരണ്ടാവും. गुनाह का सोच सकता. അവൻ ദോഷത്തിനെ പറ്റി ആലോചിക്കുമോ? अगर ये एहसास कोई बंदे के अंदर बाकी रहा तो क्या नुकसान अल्लाह की तरफ जोड़ सकता हो? ഈ ചിന്ത ഒരാളുടെ ഉള്ളിലാണെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം, ഒരു കുറവിനെ അയാൾ അല്ലാഹുവിലേക്ക് ചേർക്കുമോ? सिर्फ नुकसान को अल्लाह की तरफ जोड़ने वाला बनेगा बंदा हो. ഈ നഷ്ടങ്ങളെ മാത്രം, ഇല്ലായ്മകളെ മാത്രം അല്ലാഹുവിനോട് ചേർക്കുന്ന സ്വഭാവം പിന്നെ അടിമയിലുണ്ടാവുമോ? उसका क्या मामला रहेगा बंदे का? मेरा मौला कभी शर नहीं करता, बल्कि हमेशा वो खैर ही खैर है. എന്റെ ഉടമസ്ഥനായ അല്ലാഹു ഒരിക്കലും ശർറ് ചെയ്യുന്നവനല്ല, അവന്റെ കയ്യിൽ ഖൈറേ ഉള്ളൂ എന്ന ധാരണയിലേക്ക് വരും. अल्लाह ताला ये एहसास हम गुनहगारों के अंदर पैदा करने की तौफीक अता फरमाए. ഈ ഒരു വിശ്വാസം, നമ്മുടെ ഈ എഹ്സാസ് ബോധം നമ്മളുള്ളിൽ ഉണ്ടാക്കാൻ സാധുക്കളായ ദോഷികളായ നമ്മളുള്ളിൽ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ये हयात की अहमियत है या खाने की अहमियत है? ഈ ഹയാത്തിനാണോ പ്രാധാന്യമുള്ളത്, അതല്ല ഭക്ഷണത്തിനാണോ പ്രാധാന്യമുള്ളത്? हयात है तो खाना है, पीना है. ഹയാത്തുണ്ടെങ്കിലല്ലേ ഭക്ഷണം കുടിക്കൽ തിന്നലൊക്കെ ഉള്ളൂ. ये जो सबसे बड़ी हाजत है, इंसान उसको भूल के खाने के पीछे पड़ा हुआ है. ഇത്രയും വലിയ ഈ ആവശ്യത്തിന്റെ ചിന്ത ഒഴിവാക്കിയിട്ട് ഈ മനുഷ്യൻ തിന്നണന്റെ പിന്നാലെ പോയില്ല. खाने के मुतालिक, रिज़्क़ के मुतालिक फिक्रमंद. ഭക്ഷണത്തിനെ കുറിച്ചാണ് ഇയാൾക്ക് വലിയ വിചാരം. अरे हयात दिया तो रिज़्क़ भी देगा परवरदिगार, उसके सामने क्या अहमियत है रिज़्क़ की? ഹയാത്ത് തന്ന ഉടമസ്ഥനായ അല്ലാഹു റിസ്ക് നൽകുക. ഈ ഹയാത്ത് തന്നവന്റെ മുമ്പിൽ റിസ്ക് നൽകിയ പ്രസക്തിയാണ്. എങ്കിൽ പിന്നെ നിങ്ങളൊരു ജീവിക്കുന്ന ശവമാണ്, ആ ജീവിതം കൊണ്ട് ഒരു ഫലവുമില്ല. उसमें और आप में फर्क यही है, उसकी सांसें रुकी हुई है और आपकी सांसें चल रही है. നിങ്ങളും അവന്റെ പിന്നെ മാറ്റം ഉണ്ടാവുള്ളൂ. അയാൾക്ക് ശ്വാസം നടക്കുന്നില്ല, നിങ്ങൾക്ക് ശ്വാസം നടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. इल्म की जो नेमत है, ऐसी नेमत है,
अगर वो इल्म अगर बंदा को अल्लाह ताला अपने सिफत इल्म के फैजान से अगर मालामाल न करता, क्या कैफियत है हमारी? कोई फर्क नहीं कर सकते, ना बाप में, ना माँ में, ना इंसान में, ना हैवान में, ना जमादात में, ना नबातात में, कोई फर्क हमको नहीं रहता। इंसान है बोल के भी हमारे अंदर एहसास नहीं रहता। ഒന്നും നമ്മളിൽ വരൂല. ഇത് വാപ്പയാണോ, ഇത് ഉമ്മയാണോ, ഇത് നന്നാണോ, ഇത് മൂരിയാണോ, ഇത് ആടാണോ, കോഴിയാണോ, ഇതെന്താണ്, എത്രത്തിൽ ഞാനൊരു മനുഷ്യനാണെന്നുള്ള വിചാരത്തിലേക്ക് വരെ അവർക്ക് എത്താൻ കഴിയൂല. ഈ ഇൽമ അല്ലാഹു നൽകുകയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പാണോ? അല്ലേ? അല്ലാഹു ഇൽമ ദേനെ വാലാ ഹൈ, അല്ലാഹു ഇൽമ ദേ രഹാ ഹൈ. അല്ലാഹുവാണ് ഇൽമ നൽകുന്നവൻ, അല്ലാഹു ഇൽമ നൽകിക്കൊണ്ടിരിക്കുന്നു. ये बड़ा कमाल नहीं है, अबजन इरशाद फरमाते मेरे जहल में अल्लाह इल्म अता कर रहा है. ഇങ്ങനെ പറയുന്ന എല്ലാ പ്രാധാന്യം നമുക്ക് പറയായിരുന്നു. എന്റെ ജഹല്, എന്റെ അവസ്ഥ അറിവില്ലായ്മ, ആ അറിവില്ലായ്മയാണ് അല്ലാഹു തആല മറച്ചു വെച്ചിട്ടുണ്ട്. मैं जाहिल, ഞാൻ ജാഹിൽ, मेरे जहल को अल्लाह ताला अपने इल्म के फैजान से मालामाल करके मेरे जहल को इल्म में तब्दील कर रहा है. എന്റെ ജഹല്, അറിവില്ലായ്മയെ അല്ലാഹു തആല നീക്കം ചെയ്തു, അവന്റെ ഇൽമ കൊണ്ട് അനുഗ്രഹിച്ചു. അതിനാലാണ് ഞാൻ അറിവുള്ളവനായിട്ടുള്ളത്. എന്റെ ഈ അറിവില്ലായ്മയായിരിക്കും വെളിപ്പെടുന്നു. आज हम जो सुन रहे हैं, जो इल्म हमारे अंदर है, ये किसका है? ये നമ്മളിപ്പോ ഈ കേൾക്കുന്ന നമ്മുടെ ഉള്ളിലെ ഈ ഇൽമ, ഇത് ആരുടെ ഇൽമാണ്? इल्म दो किस्म है, एक नाफे इल्म भी, एक ज़ार इल्म भी है. ഇൽമ രണ്ടു തരത്തിലുള്ള ഇൽമുണ്ട്. ഒന്ന് നാഫിയായ ഫലം ചെയ്യുന്ന ഇൽമുണ്ട്, ഒന്ന് ഉപദ്രവം ചെയ്യുന്ന വാറായ ഇൽമുണ്ട്. वो अलग बहस है, अल्लाह ताला हमको समझने की तौफीक अता फरमाए. മറ്റൊരു ചർച്ചയാണ് അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. जो भी नफा वाला इल्म है, ये किसका? ये मेरा नहीं, अल्लाह का. ഏതൊരു ഫലം ചെയ്യുന്ന ഇൽമ നമ്മുടെ ഉള്ളിലുണ്ടോ, ഇതൊന്നും നമ്മളതല്ല, ഇതൊക്കെ അല്ലാഹുവിന്റെ ഇൽമാണ്. सब कुछ अल्लाह का है. मैं कौन? मैं जाहिल. ഒക്കെ അല്ലാഹുവിന്റേതാണ്. എന്റെ അവസ്ഥ എന്താണ്? ഞാൻ ജാഹിലാണ്. मेरा जहल हर वक्त गलबा पा रहा है, लेकिन अल्लाह अपने इल्म के फैजान से उसको गलबा नहीं, उसको मगलूब कर रहा है. എന്റെ ജഹീല്, അറിവില്ലായ്മ എന്നുള്ളത് എപ്പോഴും നികർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അല്ലാഹുവിന്റെ ഇൽമി എന്നുള്ള ആ സിഫത്ത് അതിനെ നികർക്കാൻ, ഗാലിബാകാൻ അനുവദിക്കുന്നില്ല. അതിനെ മഗ്ലൂബാക്കി കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. और फिर अल्लाह ताला आगे कैसी सिफत से मालामाल कर रहा है हमें? അതിനുശേഷം അല്ലാഹു നൽകുന്ന പിന്നത്തെ സിഫത്ത് എന്താണ്? इरादा. ഇറാദ. अपने मुरीद के फैजान से अल्लाह हमको मालामाल कर रहा है या नहीं कर रहा है? അല്ലാഹു മുരീദായ അല്ലാഹു അവന്റെ ഇറാദ കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നു. ഇല്ലേ? ये सिफत क्या मामूली सिफत है? ഇതൊരു സാധാരണ സിഫത്തായിട്ട് കണക്കാക്കാൻ പറ്റുമോ? आज मुसलमान, आज हर कोई कपड़े, गाड़ी, घर, ये इसके पीछे लगा हुआ है. ये जो अहम हाजतें हैं, वजन हमेशा इरशाद फरमाते हैं, अनफुस की हाजतों के सामने आफाक का कोई मुकाम ही नहीं. अगर खालिस अगर उसका मुकाम अगर देखने तो उसका मुकाम भी है, लेकिन अनफुस के सामने आफाक की हाजतों का कोई अहमियत और कोई मुकाम नहीं. ഇന്ന് മുസൽമാൻ ഇവന്റെ ഇത്രയും പ്രധാനപ്പെട്ട ഈ ആവശ്യത്തെ പൂർണ്ണമായി അവഗണിച്ച് ഈ ചോറ്, ഭക്ഷണം, വീട്, വണ്ടി, കാറ്, ഇങ്ങനത്തുള്ള ഈ വിചാരത്തിൽ, വസ്ത്രം, ഇതിലൊക്കെ ആയിക്കൊണ്ട് തന്നെ ബേജാറായി വെപ്രാളപ്പെട്ടുകൊണ്ടും ഇരിക്കുകയാണ്. എന്നാൽ സംഭവത്തിൽ അഥവാ ഒരു അടിമക്ക് അവന്റെ അൻഫുസിയായ ആവശ്യങ്ങളെ കുറിച്ചുള്ള വിചാരം ഉണരുകയാണെങ്കിൽ അതിന്റെ മുന്നിൽ ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. അപ്പൊ പറയായിരുന്നു, ആ അൻഫുസിയായ ഹാജത്തുകളുടെ മുന്നിൽ ആഫാഖിയായ ആവശ്യങ്ങൾക്ക് ഒരു ഘനവുമില്ല, ഒരു പ്രാധാന്യവുമില്ല. ഓരോന്നും അതിന്റെ സ്ഥാനത്ത് അതിനൊരു പ്രാധാന്യം ഉണ്ടായേക്കാം. പക്ഷേ അൻഫുസിനോട് അപേക്ഷിച്ച് നോക്കുമ്പോൾ അൻഫുസ് നടന്നില്ല എങ്കിൽ അതൊന്നും ഒരു ആവശ്യമായി തന്നെ പറയാൻ പറ്റില്ല. ആ സ്ഥിതിയിലാണ്. നമ്മുടെ അവസ്ഥ യാഥാർത്ഥ്യം എന്താണ്? ഞാനൊരു മുസ്തർ, मैं मय्यत, मैं जाहिल, मैं मुस्तर. जो भी अल्लाह ताला हमको हमारे पीरों के जरिए बतला रहा है कि तू पहले अपनी हकीकत को बयान कर, तू कौन, तेरे अंदर कुछ नहीं है. अब जो भी इरादा हो रहा है ये किसकी जानिब से? मेरे परवरदिगार की जानिब से. അപ്പൊ നീ നിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ആലോചിച്ചു നോക്ക്. നിന്റെ സ്വയത്തിൽ നീ നിർജീവനാണ്, നീ അറിവില്ലാത്തവനാണ്, നീ ഉദ്ദേശമില്ലാത്ത ഒരു മൂത്തറാണ്.
പിന്നെ നിന്റെ ഉള്ളിൽ കാണുന്ന പ്രത്യേകതകളൊക്കെ ആരെക്കൊണ്ട് ഉണ്ടായതാണ്? അത് അള്ളാഹു നൽകിയ അവന്റെ സിഫാത്തിന്റെ ഫലമായി വന്നതാണ്, നിന്റേതായി ഒന്നുമില്ല. ये इरादा भी कैसा है, कोई मामूली नेमत नहीं है। हयात है तो इल्म होना, इल्म है तो फिर इरादा भी होना। ഇറാദ എന്നുള്ളത് ഉദ്ദേശം എന്നത് ചെറിയ ഒരു ആവശ്യമല്ല. ഒരാൾക്ക് ഹയാത്ത് ഉണ്ട് എങ്കിൽ ആ ഹയാത്ത് പോലെ തന്നെ സുപ്രധാനമായതാണ് അയാൾക്ക് ഇൽമു ഉണ്ടാവുക എന്നത്. ഇൽമു വന്നു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ സുപ്രധാനമായ ഒന്നാണ് അയാൾക്ക് ഇറാദ ഉണ്ടാവുക എന്നത്. इल्म बहुत कुछ है, पूरा हिमालय बना हुआ है इल्म, लेकिन इरादा नहीं है तो फिर वो हिमालय जिधर का उधर ही रहता हो। ഇൽമു ഒരാളുടെ കൂമ്പാരമായി ഹിമാലയ പർവ്വതം പോലെ ഉണ്ട്. പക്ഷെ ഇയാൾക്ക് ഇറാദ ഇല്ലായെന്നുണ്ടെങ്കിൽ ആ ഇൽമു ആ പർവ്വതം അങ്ങനത്തെ അവിടെ ഉണ്ടാവും, അതൊരു കാര്യമുണ്ടാവും. है या नहीं है? जो इल्म है हमारा, अब खाना ये इल्म है या नहीं है? ഭക്ഷണം എന്നുള്ള ഒരു അറിവ് നമ്മൾക്കുണ്ട്. വിശപ്പ്, ഭക്ഷണം എന്നൊക്കെ. भूख, വിശപ്പ് ये क्या है? ये എന്താണ്? ഒരു അറിവാണ്. बोलिए। അതെ, खाना ये क्या है? ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. सालन ചാറ് ये इल्म है या नेचुरल है? ये ഇതൊക്കെ ഇൽമാണ്, നാച്ചുറലാണ്. इल्म है या नहीं है? ഇൽമല്ലേ? इल्म है, ये खाना है, ये पानी है, ये चावल है, ये सालन है, ये अचार है, ये चाय है, जो भी है इल्म है। ഇത് ചോറാണിത്, ചാറാണിത്, അച്ചാറാണിത്, ചായയാണ്, ഇതൊക്കെ എന്താണ്? ഇൽമാണ്. इल्म पूरा है दिमाग में, लेकिन इरादा नहीं है। ഇൽമൊക്കെ മുഴുവനും തലച്ചോറിലുണ്ട്, പക്ഷെ ഉദ്ദേശം വരുന്നില്ല. फायदा क्या है? എന്താ പറയേണ്ടത്? भूख लगती लेकिन नहीं, വിശക്കുന്നുണ്ട്, പക്ഷെ ഭക്ഷണം കഴിക്കുന്ന വിചാരം വരുന്നില്ല. भूख का भी इल्म हो रहा है आपको, भूख तो लग रही है, खाना खाने का इल्म भी है, लेकिन इरादा नहीं है। വിശപ്പ് എന്നുള്ളത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ട്. ഭക്ഷണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം, പക്ഷെ അത് തിന്നണം എന്നുള്ള വിചാരം വരുന്നില്ല. अच्छा नहीं है, നല്ലതല്ല, अच्छा खाएंगे, നല്ലത് തിന്നണം. अब उधर जाने का भी इरादा नहीं हो रहा, അങ്ങനെ ഒരു സ്ഥലത്ത് പോകാനും വിചാരം വരുന്നില്ല. हिलने का भी इरादा नहीं हो रहा, ഇളകാനും നമ്മൾക്കൊരു വിചാരം വരുന്നില്ല. फायदा क्या है फिर? എന്താ ഒരു ഫലം? अल्लाह का कितना बड़ा करम है, അല്ലാഹുവിന്റെ എത്ര വലിയ ഫലമാണ്. इल्म दिया तो उसी आन अल्लाह इरादे की भी फैजान से मालामाल कर रहा है। ഇൽമ നൽകിയതിനോടൊപ്പം അല്ലാഹു തആല ഇറാദ അത് ചെയ്യണം എന്നുള്ള ഉദ്ദേശവും കൂടി നമ്മൾക്ക് നൽകുന്നു. क्या अल्लाह ताला का मामला है, निजाम है। देखिए आप, एक इंसान कि चाहे कितनी भी काबिलियत का क्यों ना रहो, कितनी भी काबिलियत अपने अंदर क्यों ना रखे, अगर उसको 1 से 2, 2 से 3 काम एक साथ बोलते तो उन्हें पूछता पहले कौन सा करो। ഒരാളെ അല്ലാഹു തആല എത്ര യോഗ്യത നൽകിയ ആളാണെങ്കിലും ശരി, എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, പക്ഷെ അല്ലാഹു തആല എങ്ങനെയാണ് അയാളെ നിലനിർത്തിയിട്ടുള്ളത്? ഒരേ സമയം നമ്മൾ 1, 2, 3 കാര്യം പറഞ്ഞാൽ ഇതിൽ ഏതിൽ ആദ്യം ഏത് ചെയ്യണം അയാൾ ആലോചിക്കേണ്ടി വരും. पहले कौन सा करो, या तो उसको सोचना पड़ता या आपसे पूछना पड़ता। क्यों? आपके मुआफिक काम अगर होना है तो कौन सा पहले कौन करना और कौन सा बाद में करना। അപ്പൊ അങ്ങനെ നമ്മൾ കൽപ്പിച്ചാല് അയാൾക്ക് എല്ലാ യോഗ്യത ഉള്ള ആളാണെങ്കിലും ശരി, അയാൾക്ക് തീരുമാനിക്കണമെങ്കിൽ ഏതാണ് ഇതിൽ ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കേണ്ടി വരും. നിങ്ങൾ പറയേണ്ടി വരും, എന്നാലേ നിങ്ങളെ ഉദ്ദേശത്തിനനുസരിച്ച് ചെയ്താൽ അയാൾ മാറുള്ളൂ. 3 काम एक साथ बोलते तो उन्हें बोलता हजरत मेरे को 3 हाथा नहीं है, 2 ही हाथा अल्लाह बना है, क्या करूं उसको। 3 മണി ഒപ്പം പറഞ്ഞാൽ അയാൾ പറയും, ഞങ്ങളെ അല്ലാഹു 2 കൈ തന്നിട്ടുള്ളൂ, 3 കൈ തന്നിട്ടില്ല. 2 പണി പറഞ്ഞാൽ ചെയ്യാൻ പറ്റും, 3 ചെയ്യാൻ പറ്റില്ല എന്നറിയാം. बंदे का एक काम है, वो एक बंदा है और 3 काम लगाया, वो एक बंदे का वो बंदा 3 काम एक साथ नहीं कर सक रहा है। और अल्लाह का क्या मामला है, अरबों खरबों 70,000 किस्म की मखलूकात है, अल्लाह ताला सबको एक ही आन में अपने हयात के फैजान से मालामाल कर रहा है। उसको जो इल्म की जरूरत है अल्लाह उस इल्म से भी नवाज रहा है, उसको जो इरादे की जरूरत है अल्लाह उस इरादे से भी नवाज रहा है। बंदे से ये नहीं पूछ रहा है, बंदे तेरे को पहले हयात होना, इल्म होना, इरादे क्या होना। इल्म भी दे रहा है तो हयात के साथ दे रहा है, इरादा भी दे रहा है तो हयात भी उसमें शामिल है, इल्म भी शामिल है। ये अल्लाह का कमाल है, हमारी हकीकत हम कुछ नहीं। अल्लाह ताला इसको समझने की तौफीक अता फरमाए। ഒരു 3 പണി ഒപ്പം വന്നാല്
കാരണം നമുക്ക് ഒരാൾക്കേ ചെയ്തു കൊടുക്കാനുള്ളൂ. എന്നിരിക്കെ അയാൾക്ക് ചെയ്യേണ്ട 3 പണി ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ 1-2 പണി വേണമെങ്കിൽ ചെയ്തോളാം, അതിനപ്പുറം പറ്റില്ല, ഈ സമയത്ത് കഴിയില്ല, അത് കഴിയട്ടെ, എനിക്ക് ഏതാദ്യം ചെയ്യണം എന്നുള്ള ചർച്ചയിലാണ് നമ്മളുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കല്ല ചെയ്യുന്നത്, 100 ആൾക്കോ 1000 ആൾക്കോ 1,00,000 ആളുകൾക്കല്ല, കോടിക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം അയാൾ ഓരോരുത്തർക്കും ഹയാത്ത് നൽകുന്നതിനൊപ്പം അവർക്ക് ഇൽമ് നൽകുന്നു, ഇൽമ് നൽകുന്നപ്പോൾ ഇറാദ നൽകുന്നു. ഒരാൾക്ക് ഇറാദ കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് മറ്റേയാൾക്ക് ഇൽമ് നൽകുന്നു. അയാൾക്ക് ആർക്ക് എന്ത് വേണോ അതൊക്കെ ഒരേ സമയത്ത് വ്യത്യാസമില്ലാതെ, ആദ്യം ഏത് വേണം ശേഷം ഏത് വേണം എന്നതിനൊരു പദ്ധതിയിലൊരു വ്യത്യാസം വരാതെ ആർക്ക് എപ്പ ഏത് എങ്ങനെ വേണം അത് അതുപോലെ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് അല്ലാഹു തആല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആവശ്യങ്ങൾ വീട്ടി തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇലാഹ് നമ്മുടെ അൻഫുസിന്റെ ആവശ്യങ്ങൾ ഈ നിരക്കം വീട്ടുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം ഈ അടിമന്റെ ഉള്ളിൽ വന്നാൽ അവന് പിന്നെ ഈ പുറത്തുള്ള ആവശ്യങ്ങളെ കുറിച്ച് ആത്മാക്കളുടെ ആവശ്യങ്ങളെ കുറിച്ചുള്ള ബേജാറുണ്ടാവും. कोई अल्लाह से कोई शिकवा रहता उसको ഒരു സമയത്ത് ചോറ് കിട്ടുന്നില്ലല്ലോ എന്നുള്ള വില അല്ലാഹുവിനെ കുറിച്ചുള്ള ആക്ഷേപം അയാൾക്ക് വരുമോ? हर हाल में बंदा राजी रहता है, मेरा रब जिस हाल में मुझे रखेगा उस हाल में मैं रहूंगा. ഏത് ഹാലിലായാലും ആ ഹാലിലൊക്കെ ഈ അടിമ സന്തുഷ്ടനായിരിക്കും. അല്ലാഹു എന്നെ ഏത് ഹാലിൽ വെച്ചോ ആ ഹാലിലൊക്കെ ഞാൻ സന്തോഷവാനാണ്. फिर कैसी हाजत से अल्लाह हमको मालामाल कर रहा है कुदरत के फैजान से. പിന്നെ എങ്ങനത്തെ ഹാജത്ത് കൊണ്ടാണ് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുന്നത്? ഖുദ്റത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുന്നത്. कैसी हाजत है ये? ഇത് എങ്ങനത്തെ ഹാജത്താണ്? हयात है, इल्म है, इरादा है, कुदरत नहीं है तब भी बेकार है ये सब हाजतें. ഒരാൾക്ക് ഹയാത്തുണ്ട്, ഇൽമുണ്ട്, ഇറാദയുണ്ട്, പക്ഷെ അയാൾക്ക് ഖുദ്റത്ത് ഇല്ല എങ്കിൽ പിന്നെ ഈ കുട്ടികളൊക്കെ വെറുതെ ആയിരിക്കും. कुदरत कुव्वत है या नहीं है? ഖുവ്വത്ത് ആവശ്യമാണല്ലേ? हाजत है या नहीं है हमारी? ഞങ്ങളുടെ ആവശ്യമല്ലേ? हयात है, इल्म है, बाथरूम को जाना इल्म है या नहीं है? ये ഹയാത്ത് ഇൽമ് ഇതൊക്കെ നമ്മൾക്ക് ബാത്റൂം പോകണം എന്നുള്ളത് ഇൽമല്ലേ? है या नहीं है इल्म? അറിവല്ലേ? इरादा भी हुआ, तकाजा हो रहा है, പോണം എന്നുള്ള ഉദ്ദേശവും വന്നു, എന്നുള്ള ആഗ്രഹവും വരുന്നു. कुदरत अल्लाह नहीं दिया तो പോകാനുള്ള ശക്തി അല്ലാഹു നൽകുന്നില്ലെങ്കിൽ अल्लाह का शुक्र अदा करना है. अल्लाह तो ये जिल्लत से मुझे महफूज रखा है. അല്ലാഹു നന്ദി ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹുവേ ഇന്നത്തെ ദുനിയയിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിച്ചിരിക്കുന്നു. मेरी मजबूरी को है अल्लाह तूने अपने कुदरत के फैजान से ऐसा मालामाल किया कि तू ये लोगों के सामने मुझे जलील होने से महफूज रखा है. നമ്മളെ എന്റെ ഈ മജ്ബൂറായ നിർബന്ധിതാവസ്ഥയെ അല്ലാഹുവേ നീ നിന്റെ ഖുദ്റത്ത് കൊണ്ട് എങ്ങനെ വീട്ടിൽ തന്നുകൊണ്ടിരിക്കുന്നു, എന്നെ നീ ജനങ്ങൾക്കിടയിൽ നിന്ദ്യനാക്കി മാറ്റിയില്ല എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന് നന്ദി ചെയ്യണം. अल्लाह की बारगाह में दुआ करने के लिए भी अल्लाह कुव्वत के फैजान से मालामाल कर रहा है. लोगों की मदद करने के लिए भी अल्लाह अपने कुव्वत के फैजान से मालामाल कर रहा है. हमारे शेख को कदम बोसी करने के लिए, उनका हाथ बोसी करने के लिए भी अल्लाह कुव्वत से के फैजान से मालामाल कर रहा है. काबतुल्लाह पर हाथ रखने के लिए भी अल्लाह अपने कुव्वत के फैजान से मालामाल कर रहा है. और वहीं अल्लाह तुम्हारी नापाकी को दूर करने के लिए भी, तुम्हारी गिलाफत को दूर करने के लिए भी अल्लाह अपने कुव्वत के फैजान से मालामाल. ये एहसास होना हमारा, जब ये एहसास होगा बंदा कभी अल्लाह से मायूस नहीं होगा, बल्कि हर वक्त वो बंदा अल्लाह से ताल्लुक रखेगा. അല്ലാഹുവിനോട് കൈയുയർത്തി ദുആ ചെയ്യണമെങ്കിൽ അല്ലാഹു തആല ഖുവ്വത്ത് നൽകണം. അല്ലാഹു തആല ആർക്കെങ്കിലും നമ്മൾ സഹായിക്കാമെന്ന് കരുതി വല്ലതും ഒന്ന് കൊടുക്കണമെന്ന് കരുതിയാൽ അതിന് ഖുവ്വത്തുണ്ടെങ്കിൽ നമ്മൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കാൻ പറ്റില്ല. നമ്മൾക്ക് സന്തോഷത്തിൽ നമ്മളെ ശരീരത്തിന്റെ കൈയൊന്ന് പിടിച്ച് മുത്തണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഖുവ്വത്ത് വേണം. കാലുമൊന്ന് തൊടണമെന്ന് വിചാരിച്ചാൽ അതിന് ഖുവ്വത്ത് വേണം. പരിശുദ്ധ കായബയെ ഒന്ന് തൊട്ട് ചുംബിക്കണമെന്ന് വിചാരിച്ചാൽ അതിനും എന്ത് വേണം? ഖുവ്വത്ത് വേണം. ഇങ്ങനെ ഇവിടൊക്കെ ഖുവ്വത്ത് നൽകുന്ന അല്ലാഹു എത്തരത്തിൽ നമ്മൾക്കുള്ള വൃത്തികേട് വൃത്തിയാക്കണം എന്ന് വന്നാൽ ആ സമയത്തും നമ്മുടെ കയ്യിൽ അല്ലാഹു തആല ഖുവ്വത്ത് നൽകണം. അപ്പോഴേ നമ്മൾക്ക് ആ കാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ നമ്മളെ ഈ ഒന്നും ഖുവ്വത്തില്ലാത്ത അശക്തരായ നിർബന്ധാവസ്ഥയിൽ നിലകൊള്ളുന്ന നമ്മളെ ഇവിടെയൊക്കെ നമ്മളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധം
അവന്റെ കുവ്വത്തിന്റെ ദാനത്തിനെ കുറിച്ചുള്ള ഒരു അറിവ് നമ്മളവിടെ ഉണ്ടായാൽ അപ്പൊ അള്ളാഹുമായി നമ്മൾക്ക് ഒരു നിസ്ബത്ത് ഒരു താല്ലുമൊക്കെ അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. अल्लाह के अंदर ये सोच अगर कैफियत अगर पैदा होती, मैं अच्छे कामों के लिए कुव्वत दूंगा, ये गिलाजत को दूर करने के लिए मैं नहीं देता, तो सब नजीस रहते पूरी दुनिया में. അഥവാ അള്ളാഹു തആല ഉദ്ദേശിക്കുകയാണ് ഞാൻ നല്ല നല്ല പണികൾ ചെയ്യാനൊക്കെ തന്നെ കുവ്വത്ത് കൊടുക്കുള്ളൂ, അതിന് മാത്രമേ കുവ്വത്ത് കൊടുക്കുള്ളൂ. ഈ നജസ് വൃത്തിയാക്കുക, വൃത്തികേട് അങ്ങനത്തോടൊന്നും തൊടാനുള്ള കുവ്വത്തൊന്നും ഞാൻ കൊടുക്കൂല എന്നെങ്ങാനും അള്ളാഹു തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തുള്ളവരൊക്കെ നജീസായി. अल्लाह का करम है, अल्लाह ताला हमको नजासत को भी दूर करने के लिए अल्लाह अपने कुदरत के फैज़ान से हमें मालामाल कर रहा है. അള്ളാഹു തആല ചെയ്ത ഫളലാണ് ഈ നജാസത്തിനെ വരെ ദൂരീകരിക്കാൻ അള്ളാഹു തആല അവന്റെ ഖുവത്ത് നൽകി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. हमारे अंदर इल्म आया, खुजाना, നമ്മുടെ ഉള്ളിൽ അറിവ് ഇന്ന് ചൊരിയുന്നുണ്ട്. ये खुजाना भी बहुत बड़ा इल्म है. ये ചൊരിയുന്നു എന്നുള്ള അറിവ് ഒരു വലിയ ഇൽമാണ്. है या नहीं है? ആണോ അല്ലേ? अब हमारा खुजारा इल्म है, इरादा भी है, कुदरत नहीं है तो നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അവിടുന്ന് മാത്രം മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ഉദ്ദേശമുണ്ട്. പക്ഷെ കുവ്വത്തില്ലെങ്കിൽ इल्म आया, खुजारा, किधर खुजारा, ये भी इल्म आया, इरादा भी हुआ. अल्लाह ताला वो इरादे के उसी आन दूर वक्फा नहीं है. अल्लाह उसी आन हमको इरादा भी देकर अल्लाह कुदरत के फैज़ान से मालामाल करके खुजाने लगा रहा है, नहीं लगा रहा. നമ്മൾക്ക് ഇവിടെ ചൊറിയുന്നു എന്നുള്ള അറിവ് വന്നു, ഇന്നോടത്താണ് ചൊറിയുന്നത് മനസ്സിലായി, അവിടെ ചൊറിയാനുള്ള ഉദ്ദേശം വന്നു. ആ ഏത് സമയം ഉദ്ദേശം വന്നു അപ്പോൾ തന്നെ ഒരു തടസ്സമോ ദീർഘ്യമോ ഇല്ലാതെ നമ്മളെ അവയവത്തിന് ശക്തി നൽകിക്കൊണ്ട് എവിടെ ചൊറിയിക്കണോ അവിടെ ഇങ്ങനെ ചൊറിയിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് സുഖം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അല്ലാഹു തആല അവന്റെ ഖുവത്ത് നമ്മളോട് ബന്ധപ്പെടുത്തിയോ ഇല്ലേ? ये सब हाजतें भी अल्लाह पूरा कर रहा है. इसका एहसास अभी तक नहीं था, अब ये एहसास हमारे अंदर पैदा करना. അപ്പൊ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ അള്ളാഹു നമ്മളോട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബോധം വന്നിട്ടുണ്ട്. ഇനി ആ ബോധം പോകാൻ അനുവദിക്കാതെ നിലനിർത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. फिर अल्लाह ताला उसके साथ साथ समाज के फैज़ान से भी मालामाल किया है. ഇതിനോടൊപ്പം പിന്നെ അള്ളാഹു തആല സമാഅത്ത് കേൾവി നൽകി നമ്മളെ അനുഗ്രഹിച്ചു. ये सब दे दिया, अब मैं उसको समाज देने की क्या जरूरत है? ഇതൊക്കെ കൊടുത്തവനെ കിട്ടികളവൻ പിന്നെ ഒരു കേൾവി കൊടുത്തിരാച്ചിട്ട് ഒരു കുഴപ്പമുള്ളത്. अल्लाह भी क्या रहीम और करीम है. बंदे को मैं जब दे रहा हूँ तो बंदे के अंदर भी कोई चीज की कमी नहीं रहना. അള്ളാഹു തആല എത്ര കൃപയുള്ളവരാണ്. ഞാൻ ഈ അടിമക്ക് എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ പിന്നെ ഇവന്റെ കയ്യിൽ ഒരു കുറവുണ്ടാകരുതെന്നാണ് അള്ളാഹുവിന്റെ കാഴ്ച. अल्लाह दे रहा है तो हमारे हैदराबाद में मुझे देने पे आके छप्पड़ फाड़ के देता हो. അള്ളാഹു തആല കൊടുക്കാൻ വിചാരിച്ചാൽ പിന്നെ ഹൈദരാബാദിൽ ഒരു ചൊല്ലുണ്ട്, പിന്നെന്താ തട്ട് പൊളിച്ചുമാണ് ഈ കൊടുക്കുന്നത്. ये इस्तिलाह है, ये दुनियादारों की इस्तिलाह है. ദുനിയാവിന്റെ ആൾക്കാർ പെരന്റെ മേൽക്കൂര പൊളിച്ചു കണ്ടിട്ട് വരുന്നു, ഓട് പൊളിച്ചിടുന്നു. छप्पड़ फाड़ के देता हो, छत फाड़ के देता हो, क्या है बहरहाल देता हो नहीं. ഏതായാലും അത് മേൽക്കൂരായാലും വേണ്ടിയില്ല, ഓടായാലും വേണ്ടിയില്ല, വാർപ്പായാലും വേണ്ട പൊളിച്ചിട്ട് തരും. हमारा क्या है, ऊपर से हो या नीचे से हो, आए तो बस है. നമുക്കിപ്പോ മേൽ വന്നാലും വേണ്ട, താഴെക്കൂടി വന്നാലും വേണ്ടില്ല, അത് വന്നാ മതി. हमारी ये कैफियत है. अल्लाह ताला वो कैफियत को भी सही अंदाज में इस्तेमाल की तौफीक अता फरमाए. ആ അവസ്ഥയിൽ അല്ലാഹു ശരിയായ നിലക്ക് ഉപയോഗിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. अल्लाह हयात दे रहा है, इल्म दे रहा है, कुदरत के इरादा दे रहा है, कुदरत के फैज़ान से मालामाल कर रहा है. उसी के साथ साथ अल्लाह हमको समाअत भी दे रहा है. അല്ലാഹു തആല ഹയാത്ത് നൽകുന്നു, ഇൽമ നൽകുന്നു, ഇറാദ നൽകുന്നു, ഖുവ്വത്ത് നൽകുന്നു. ഇതിനോടൊപ്പം അല്ലാഹു തആല കേൾവിയും നൽകുന്നുണ്ട്. समाअत कैसे? हमारी हकीकत क्या, सिर्फ अल्लाह समाअत दे रहा बोलना कमाल नहीं है. वजन इरशाद फरमाते मेरे बहरेपन में अल्लाह ताला अपने समाअत के फैज़ान से मालामाल कर रहा है. അല്ലാഹു തആല സമാഅത്ത് നൽകുന്നു എന്ന് പറഞ്ഞതിന് പ്രത്യേകതയൊന്നുമില്ല. ഒപ്പം പറയാറുണ്ട് സമാഅത്ത് നൽകലല്ല വലുത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്റെ ആ ബധിരമായ അവസ്ഥ, എന്റെ കേൾവിയില്ലാത്ത അവസ്ഥയിൽ അല്ലാഹു തആല അവന്റെ സമാഅത്ത് എന്നുള്ള കേൾവി എന്നുള്ള സിഫത്ത് നൽകി എന്നെ കേൾക്കുന്നവരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. जब मेरे बहरेपन को दूर करके जब अल्लाह समाअत के फैज़ान से मालामाल किया है तो फिर बंदा ये एहसास पैदा करेगा तो कि गुनाह कर सकता होने कान से. എന്റെ ഈ ബധിരമായ കേൾക്കാത്ത കാതിനെ കേൾവി കൊണ്ട് അനുഗ്രഹിച്ച് എന്നെ കേൾക്കുന്നവനാക്കി മാറ്റിയവൻ അല്ലാഹുവാണ് എന്ന് അറിയുന്നവരാണ് ഈ ചെവി കൊണ്ട് അല്ലാഹു പറ്റാത്ത എന്തെങ്കിലും കേൾക്കുമോ?
अरे अल्लाह जब दिया है, मैं तो बहरा था, अल्लाह दिया है तो मैं अल्लाह की मर्जी के तहत इस्तेमाल करूंगा। ഞാൻ എന്റെ സ്വന്തത്തിൽ കേൾവില്ലാത്തവനായിരുന്നു. അള്ളാഹു അവന്റെ അവസാനമായി എനിക്ക് കേൾവി നൽകിയതാണ്. അതുകൊണ്ട് ഈ കേൾവിനെ ഞാൻ ഓന്റെ ഇഷ്ടത്തിനെ ഉപയോഗിക്കുള്ളൂ എന്ന് തീരുമാനിക്കൂലേ? ऐसा होता है या नहीं होता बंदे के अंदर? അങ്ങനെ ഒരു അടിമക്ക് ഉണ്ടാവില്ലേ? जज्बा होना नहीं हुआ तो फिर वो बंदा नहीं है, गंदा है वो। അങ്ങനത്തെ ഒരു വിചാരം ഇയാൾ ഈ അടിമയിൽ വരണം. അപ്പോഴേ ഒരു ബന്ധ അടിമ എന്ന് പറയാൻ പറ്റില്ല, ഗന്ധയാണ്, വൃത്തികെട്ടവനാണ്. समाज के फैजान से अल्लाह कैसा हमारा एहसास रहना हमारे अंदर, मेरे बहरेपन में अल्लाह अपने समाज के फैजान से माला माल कर। अगर नहीं करता मेरा रब, लोग मेरे को जिल्लत की नजर से बहरा जा रहा, देखो बहरा जा रहा, अल्लाह ये जिल्लत से मेरी हिफाजत फरमाया है। അപ്പൊ എന്റെ സ്വത്താവസ്ഥ കേൾവില്ലായ്മയാണ്. ആ കേൾവില്ലായ്മ അല്ലാഹു തആല അവന്റെ കേൾവി കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ചുവടുകൊട്ടനായിട്ട് കേൾക്കാത്തവനായിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കാണുന്നവരെന്തായിരിക്കും പറയുന്നത്? മുഖി ഒരു ചുഴക്കം കൂടാണ്ടില്ലേ, കേൾക്കുന്ന പൊട്ടനാണ്. ഇങ്ങനെ പൊട്ടന്ന് വിളിക്കുന്ന അവസ്ഥയായിരിക്കും അല്ലാഹു തആല അങ്ങനത്തെ ഒരു ജില്ലത്തിൽ നിന്ന് നിന്ദതയിൽ നമ്മളെ കാത്തിരിക്കുകയാണ് അവന്റെ ഈ സിഫത്ത് നൽകിക്കൊണ്ട്. അപ്പൊ നമ്മൾ എന്റെ ഈ കേൾവില്ലായ്മയിൽ അല്ലാഹു തആല അവന്റെ സിഫാത്ത് നൽകിക്കൊണ്ടാണ് എന്നെ കേൾപ്പിക്കുന്നത് എന്നുള്ള ഈ ധാരണ, ഈ യസാസിലേക്ക് വരികയാണ്. फिर अल्लाह बसारत के भी फैजान से माला माल किया। പിന്നെ അല്ലാഹു തആല കാഴ്ച കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചു. ये कोई मामूली नेमतें नहीं है, आप खरीदने गए तो मार्केट में मिलने वाली चीजें नहीं है। ഇതൊന്നും ഒരു സാധാരണ നിയമത്തല്ല. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാൻ മാർക്കറ്റിൽ പോയാൽ കിട്ടുന്ന സാധനങ്ങളല്ലേ ഈ പറയുന്നു. ये अल्लाह की मार्केट में ही मिलता है, ഇത് അള്ളാന്റെ മാർക്കറ്റിൽ മാത്രമേ കിട്ടുള്ളൂ. उसके सिवा कोई दे ही नहीं सकता है। അവനെ കൂടാതെ നൽകാൻ വേറൊരാളില്ല. जरा आंखों में अगर पर्दा आ गया तो बंदा परेशान, ഈ കണ്ണിന്റെ മേലെ ചെറിയൊരു തിമിരം വന്നാൽ തന്നെ ആള് ബേജാറായി. लेकिन करम है परवरदिगार का, वो अंधेपन को दूर करके अपनी बसारत से मुझे माला माल कर रहा है। അള്ളാഹു ചെയ്യുന്ന ഫضലാണ് ആ അന്ധതയെ ദൂരീകരിച്ച് അള്ളാഹു തആല കാണുന്നവനാക്കി മാറ്റിയിരിക്കുന്നു. मेरी हकीकत तो अंधे की थी, എന്റെ യാഥാർത്ഥ്യം അന്ധത എന്നുള്ളതാണ്. वो अपने बसारत के फैजान से मुझे माला माल किया है। അവനവന്റെ ബസാറത്ത് കൊണ്ട് കാഴ്ച കൊണ്ട് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. अल्लाह का हर वक्त शुक्र अदा करते रहना है। अल्लाह जो तूने मुझे बसारत अता किया है, अगर तू अता न करता तो लोग मुझे जलील जिल्लत की नजर से देखते रहे, देखो अंधा जा रहा है, अंधा जा रहा है, अंधा, हम देखने वाले ये अंधा। अल्लाह ये जिल्लत से तूने मुझे महफूज रखा है। അള്ളാഹു നമ്മൾ നന്ദി ചെയ്തുകൊണ്ടിരിക്കണം. പഠിച്ചവനെ നിന്റെ ഈ കാഴ്ച ശക്തി നൽകി എന്നെ കാണുന്നവനാക്കി മാറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ തപ്പിത്തടഞ്ഞ് വീടുകൊണ്ട് കാണുന്നവർക്ക് അന്ധനാണെന്ന് പറഞ്ഞ് എന്നെ നിന്ദനാക്കുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അള്ളാഹുവെ നീ നിന്റെ ബസാറത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹു ശുക്ർ ചെയ്തുകൊണ്ടിരിക്കണം. फिर अल्लाह कलाम के फैजान से പിന്നെ അള്ളാഹു തആല സംസാരം നൽകി. मेरे गूंगेपन में अल्लाह अपने कलाम के फैजान से माला माल किया। എന്റെ മൂകമായ അവസ്ഥ, എന്റെ നാപ്പൊട്ടൻ എന്നുള്ള സംസാരിക്കാത്ത അവസ്ഥയാണ് നമ്മൾ. അവിടെയാണ് അള്ളാഹു നമ്മളെ സംസാരിക്കുന്നവരാക്കി. मैं कुछ नहीं बोल सकता अपने मुंह से, എന്റെ വായ കൊണ്ട് എനിക്കൊന്നും പറയാൻ കഴിയൂല. पूरा एम्प्टी है, ഞാൻ ഒരു എംപ്റ്റിയാണ്, खाली है। കാലിയാണ്. अब जो भी मैं कलाम कर रहा हूँ ये मेरा कमाल नहीं है, बल्कि मेरे परवरदिगार का कमाल है। ഞാനിതൊന്ന് സംസാരിക്കുന്നു, ഇത് എന്റെ പ്രത്യേകതയല്ല, ഇത് എന്റെ റബ്ബിന്റെ പ്രത്യേകതയാണ്. खैर का मामला जो भी है, खैर शर ये सब मेरा रब बोल रहा है, मेरा रब का कमाल है। अल्लाह में महफूज रखे। നമ്മൾ പറയുന്നവർക്കും മനസ്സിലാക്കി പറയണം. ഖൈറായ കാര്യം നമ്മൾ എന്ത് പറയുന്നോ അതൊക്കെ റബ്ബിന്റെ കമാലാണ്. അത് നമ്മൾ വായ കൊണ്ട് ഖൈറോട് ചെറുപ്പം പറഞ്ഞൊക്കെ പഠിച്ചോണ്ട് അറിയാതെ പഠിച്ചോ അറിയിപ്പിക്കാന്നും പറയാൻ പറ്റില്ല. अल्लाह ताला हमको सही अंदाज में इल्म को समझ कर उस पर अमल की तौफीक अता फरमाए। ഈ ഓരോ കാര്യവും ശരിക്കും മനസ്സിലാക്കി അതിന്റെ ഇൽമിന്റെ അവസ്ഥ അല്ലാഹു നമ്മൾക്ക് പ്രദാനിക്കട്ടെ. हमारी हर वक्त ये कैफियत रहना, मैं मय्यत, मैं जाहिल, मैं मुस्तिर, मैं आजिज, मैं अंधा, मैं बहरा, मैं गूंगा, कब से अजल से अब तक। നമ്മുടെ അവസ്ഥ എപ്പോഴും എന്തായിരിക്കണം? ഞാൻ മയ്യത്ത്, ഞാൻ ജാഹില്, ഞാൻ മുഫ്തർ, ഞാൻ ആജിസ്, ഞാൻ അന്ധൻ, ഞാൻ ബധിരൻ, ഞാൻ മൂകൻ എന്ന് മുതൽ എന്ന് വരെ, അസൽ മുതൽ അബദ് വരെ ഞാൻ ഇങ്ങനെ തന്നെയാണ്. फिर कौन है फिर हयात वाला? പിന്നെ ആരാണ് ഹയാത്തുള്ളവൻ? वही जिंदा है, वही आलिम है, वही मुरीद है, वही खादिर है, वही सुनने वाला है, वही देखने वाला है, वही बोलने वाला है। പിന്നെ ആരാണ് ഹയാത്തുള്ളവൻ? അവനെ ഹയാത്തുള്ളവനുള്ളൂ, അവനെ ഇൽമുള്ളവനുള്ളൂ, അവനെ ഉദ്ദേശമുള്ളവനുള്ളൂ, അവനെ കുവ്വത്തുള്ളവനുള്ളൂ, അവന് മാത്രമേ കേൾക്കുന്നവനുള്ളൂ, അവനെ കാണുന്നവനുള്ളൂ, അവൻ മാത്രമേ സംസാരിക്കുന്നവനുള്ളൂ.
हमारे दादा परदादा सरकार गौसी शाह सर अलैहि रहमतुल्लाह व रिज़वान क्या इरशाद फरमाते, मैं कौन, मैं मय्यत, मैं जाहिल, मैं मुज़्दिर, मैं आजिज़, मैं अंधा, मैं बहरा, मैं गूंगा, अज़ल से अबद तक। वो जिंदा व आलिम, मुरीद और खादिर, वही उसके बाद सुनता है, बीना, गोया में सदक़े। अल्लाह ताला उनके कलाम के फैज़ान से मालामाल होने की हम सबों को तौफीक अता फरमाए। നമ്മുടെ ഉപ്പാപ്പ ശേഖിന്റെ ശേഖായ ബഹുമാനപ്പെട്ട ഓസിച്ചാറക്കാര് ഇവിടെ കവിതയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മയ്യിത്താണ്, ഞാൻ അറിവില്ലാത്ത ജാഹിലാണ്, മുദ്ദറാണ്, അശക്തനാണ്, അന്ധനാണ്, ബധിരനാണ്, മൂകനാണ്. പിന്നെ ആരാണ് ഹയാത്തുള്ളവൻ? അവനാണ് ഹയാത്തുള്ളവൻ, അവനാണ് എൽമുള്ളവൻ, അവനാണ് ഉദ്ദേശമുള്ളവൻ, അവനാണ് കഴിവുള്ളവൻ, അവൻ സംസാരിക്കുന്നവൻ, അവൻ കാണുന്നവനുമാണ്, ഞാൻ അവന് ദണ്ഡമാണ് എന്നൊക്കെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ഈ കലാമിനെ ശരിക്കും മനസ്സിലാക്കുന്നവരാക്കി അള്ളാഹു നമ്മളെ മാറ്റേണ്ടത്. हमारी ये कैफियत नहीं रहना, मैं देखने वाला, मैं बोलने वाला, मैं सुनने वाला, मैं वो करने वाला, मैं ये करने वाला, मैं हयात वाला, मैं इल्म वाला, मैं इरादा वाला, वो कुछ नहीं है। ओसिया सरकार पता दे रहे हैं तू कौन है, तू कौन है। अल्लाह वाले हमको बयान फरमा रहे हैं, अदम मेरी बस्ती है, मैं होकर नहीं थी, वजूद हकीकी ने लाया मुझे। मेरी बस्ती कहाँ है, मेरा मुकाम कहाँ है, मेरा घर कहाँ है? वो आदम की बस्ती में। कुछ नहीं है वहाँ पर मेरा मुकाम है, कुछ नहीं है वो है मेरा घर। अब जब कुछ है तो ये किसका कमाल है? ये मेरा नहीं बल्कि वजूद हकीकी का कमाल है। ये एहसास में, ये कैफियत में अगर हम रहेंगे इंशाअल्लाह आफाक तो आफाक अल्लाह ताला ख्वाहिशों को भी मोहम्मद रसूलुल्लाह के सदक़े में पूरा फरमाएगा। അപ്പോൾ നമ്മൾ ഒരിക്കലും എന്തവസ്ഥയിൽ ഉണ്ടാവരുത്. ഞാൻ സ്വയം ജീവിക്കുകയാണ്, ഞാൻ അറിവുള്ളവനാണ്, ഞാൻ ഉദ്ദേശവും കുവ്വത്തുള്ളവനാണ്, ഞാൻ കാണുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു, ഇങ്ങനത്തെ ഒരു ധാരണയിലല്ല നമ്മൾ ഉണ്ടാകേണ്ടത്. മറിച്ച് ഞാൻ നിർജീവനാണ്, എനിക്ക് ഇൽമില്ല, എനിക്ക് ഉദ്ദേശമില്ല, എനിക്ക് കുവ്വത്തില്ല, ഞാൻ കാണൂല, ഞാൻ കേൾക്കൂല, ഞാൻ സംസാരിക്കൂല, ഇതൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ സ്വന്തത്തിലേക്ക് നോക്കിയാൽ എൻ്റെ നാടന്നെ ഏതാണ്? ബഹുമാനപ്പെട്ട ഓസിഷ റഹ്മത്തുള്ളാഹി കവിതയിൽ പറഞ്ഞു, അദം മേരി ബസ്തി മൈഹോക്കർ നെയ്ത്. എൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള നാട്ടിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതാണ് എൻ്റെ സ്വന്തം നാട്. പിന്നെ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്ന് പോയി കാണുന്നതൊക്കെ അത് വുജൂദെ ഹഖീഖി കൊടുത്തുകൊണ്ട് ഉണ്ടായതാണ്. അപ്പൊ എൻ്റെ അടുക്കൽ എൻ്റെതായി ഒന്നും തന്നെ ഇല്ല. ഒക്കെ ആ യഥാർത്ഥ വുജൂദിന്റെ വക്താവായ അല്ലാഹു ആരോ അവൻ നൽകിയ ദാനമാണ് എന്നുള്ള ഈ അറിവിലേക്ക്, ഈ ബോധത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അങ്ങനത്തെ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണർന്നു കഴിഞ്ഞാൽ ആഫാക്കിലുള്ള ആവശ്യം ഏതായാലും ആവശ്യം അതിലപ്പുറം നമ്മൾ ആഗ്രഹിച്ചതുവരെ അല്ലാഹു നമുക്ക് നടത്തി തന്നുകൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതിന്റെ ബോധം ഉണ്ടാക്കണം. दिन भर जितना हो सका ये एहसास में रहो, इंशाअल्लाह पूरा का पूरा नहीं तो कुछ तो अल्लाह अपने महबूबीन के फैज़ान से मालामाल करेगा. പകൽ സമയം മുഴുവനും ഇതിന്റെ ബോധത്തിൽ തന്നെയായി നിലകൊള്ളാൻ പരിശ്രമിക്കുക. പൂർണ്ണമായി ഇല്ലെങ്കിലും കുറച്ചെങ്കിലും ഒരു ബോധം എഹ്സാസ് അല്ലാഹു തആല തൽഫലമായി നമ്മൾക്ക് ഉണ്ടാക്കി തരും. ये एहसास एक जगह बैठ के करने का ऐसा नहीं बल्कि चलते फिरते उठते खाते पीते सब हर वक्त ये एहसास में हम रह सकते हैं. ഇതിങ്ങനെ കണ്ണടച്ചൊരു മൂലക്കിരുന്നുകൊണ്ട് ചെയ്യാനുള്ള മാത്രം പണിയല്ല. നമ്മൾ നടന്നും ഇരുന്നും പറഞ്ഞും തിന്നും എല്ലാ സമയത്തും ചെയ്യാൻ പറ്റിയ പണിയാണ്. इसका तो असल मज़ा आगे हमको जाकर आएगा, लेकिन करम है परवरदिगार का, अल्लाह वाले हमारे को यहीं पर कुछ उसका टेस्ट दे रहे हैं. अल्लाह ताला कुछ टेस्ट हमें भी चखने की तौफीक अता फरमाए. ഇതിന്റെ ശരിയായ രസം എന്തെന്നുള്ളത് അപ്പുറത്തേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ അള്ളാഹു ചെയ്ത മുതലാണ് ഇപ്പം തന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ ആ ശരിയായ ടേസ്റ്റ് കൊണ്ട് അനുഗ്രഹീതരാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യണം. असल मीठा तो हमारे को आगे कहना है, उसका टेस्ट की खातिर उसका टेस्ट जब चख रहे हैं वाकई में अगर चखेंगे तो इंशाअल्लाह वो मीठे तक भी हम पहुँच जाएंगे. ശരിക്കുള്ള പലഹാരം നമുക്ക് അപ്പുറത്താണ് പോയി തിന്നാണ്, സൂപ്പർ അവിടെയുണ്ട്. ഇതിപ്പോൾ ഇവര് ടേസ്റ്റ് നോക്കാനും രുചി നോക്കാനും മാത്രം തന്നൊക്കെയാണ്. അപ്പോൾ ആ രുചി ശരിക്കും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് ആ രുചിയിലൂടെ ശരിയായ പ്ലേറ്റ് വരെ നമ്മളെ എത്തിക്കുമ്പോൾ
टेस्ट के मिट्टे तक जाते नहीं जाते। टेस्ट होगी मैंने पात्र में तू है टेस्ट तक लिया बस से कहीं खाते निकल जाओगे। इधर सैंपल हो गया माजी जंतु जंतु का क्या हुआ ना। जब कुछ मजा है उसके मुंह में तो फिर वापस नहीं जाता मैं। सैंपल हो गया ना पूरी रुचि वरना फिर नहीं वांगा तो कौन प्रश्न क्या है। अल्लाह ताला उसका भी हर चीज का मजा चखने के हमें तौफीक अता फरमाए। अल्लाह तेरे ओयो ने दे रुचि आस्वादिका ने मुझे तौफीक दिया है। विजयवाड़ा के लिए कर रहा था मैं, इंशाअल्लाह वो जल्द फिर मुलाकात होगी, कहीं फिर इंशाअल्लाह आ सकेंगे। इसीलिए एक दिन भी नागा ना हो आया हूँ। अल्लाह ताला इस बैठक को, इस महफिल को कबूल फरमाए। मैं विजयवाड़ा इंशाअल्लाह അപ്പോൾ ഈ കൊല്ലത്തൊക്കെ നമുക്ക് വീണ്ടും ഇരിക്കാൻ പറ്റും. അപ്പോൾ ഒരു ദിവസത്തെ നമ്മുടെ സംസാരം നഷ്ടപ്പെടരുത് എന്ന നിലക്കാണ് അതിന് രാവിലെ തന്നെ നമ്മൾ സംസാരിച്ചതുള്ളൂ. അത് നമ്മുടെ ഏറ്റവും സംസാരങ്ങൾ ഫലപ്രദമാക്കിയിട്ടുണ്ട്. Assalamualaikum.